ഭാഗികമായ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോഴിക്കോട് ജില്ലയിൽ വെല്ലുവിളിയുമായി വിമത സ്ഥാനാർത്ഥി കാവിലുംപാറ മൈനോറിറ്റി കോൺഗ്രസ് മുൻ ചെയർമാനും നരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് മുൻ സെക്രട്ടറിയുമായ കാണംകണ്ടി റഹീം ഹാജിയാണ് അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് റഹീം ഹാജി പറഞ്ഞു. കാവിലുംപാറ മൈനോറിറ്റി കോൺഗ്രസ് മുൻ ചെയർമാനും നരിപ്പറ്റ മണ്ഡലം കോൺഗ്രസ് മുൻ സെക്രട്ടറിയുമായ കാണംകണ്ടി റഹീം ഹാജിയാണ് റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനിടെ ശേഖരിച്ച ഫണ്ടുകളിൽ സുതാര്യത ചോദ്യം ചെയ്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടതിന് പിന്നാലെയാണ് റഹീം ഹാജിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നീട് തിരികെ ഉൾപ്പെടുത്തുമെന്ന വാഗ്ദാനങ്ങൾ നേതാക്കൾ നൽകിയെങ്കിലും അതിന് ഔദ്യോഗിക രൂപം നൽകിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. നരിപ്പറ്റയിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ കോക്കസ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്നും തന്നെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നത് തടയുകയാണെന്നും റഹീം ഹാജി പറഞ്ഞു. DCC പ്രസിഡന്റുമായി ഉൾപ്പെടെ പലതവണ ചർച്ച നടത്തിയിട്ടും അനുകൂല നടപടി ഉണ്ടായില്ല. കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്ന തനിക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും അതിനാലാണ് റിബലായി മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നും റഹീം ഹാജി പറയുന്നു. നാദാപുരം അല്ലെങ്കിൽ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകാനാണ് തീരുമാനം. രേഖാപരമായിട്ട് എന്നെ തിരിച്ചെടുത്തുന്നുള്ള കടലാസ് തരാൻ DCC പ്രസിഡന്റിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഇതിൽ നിന്നും നീതി കിട്ടുന്നില്ല എങ്കിൽ സഹകരിക്കാൻ പറ്റുന്ന മതേതരത്വ പാർട്ടികളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ട്രിബിളായിട്ട് മത്സരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും K. സുധാകരനും റഹീം ഹാജിയെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെയും തീരുമാനം ഉണ്ടായിട്ടില്ല. റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് വെല്ലുവിളിയായി മാറുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.